ആരെ കെട്ടിക്കാനാണ് കോടികൾ മുടക്കി ഗീതു മോഹൻദാസ്. മെന്റലുണ്ടോ എനിക്ക് സംശയിക്കുന്നവരുണ്ടേ. വെറുതെ ശ്രീനിവാസനെ കൊള്ളൂല. അരി കെട്ടിക്കാനാണ് ഈ അപരാധം, ഈ കാട്ടപരാധം പടച്ചു വിട്ടത്. അത് മോനെ യാഷ് താടിയുണ്ട്, ലുക്കുണ്ട്, കറക്റ്റ് കരടിനീയുടെ പരസ്യം. അവരെ പല്ലെറിഞ്ഞിട്ട് കാര്യമില്ല, ആരാണേലും ചിരിച്ചു പോകും. തുടക്കം മുതൽ ഒടുക്കം വരെ ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൂവുക അത്ര. അതുപോലെ ആദ്യം വെടിവെക്കുന്നു, വീണ്ടും വെടിവെക്കുന്നു. എന്താണ് വെടിവെപ്പ്? പോക്കെടുത്ത് വെടിവെക്കുന്നു, പിന്നെ ഇയാള് കളിക്കുന്നു. അടിപൊളി പീക്ക് ഇന്റർവെല്ല് സമയത്ത് സെയ്റ്റ് എന്ന് പറഞ്ഞ പാർവതി തിരുവോത്തിനെ ഉമ്പിച്ച സ്ത്രീയാണ് നിങ്ങൾ. ആര് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. മലയാളത്തില് ഇങ്ങനെയൊക്കെ സംസാരിച്ചു പോയിട്ട് കന്നഡയിൽ പോയിട്ട് യാഷിനെ വെച്ചിട്ട് ഇതെന്താ ഇത്? യാഷിന് ഇൻട്രോ എന്നാ പമ്പ് ചെയ്തടിക്കുന്നു. അതാണോ നിങ്ങളുടെ കോൺസെപ്റ്റ്? അതാണോ? നന്നായിട്ടുണ്ട്. ഇന്ന് എന്റെ ഹൃദയത്തിലെ എന്റെ നായകനെ ഞാൻ പിടിച്ച് താഴേക്ക് ഇറക്കുകയാണ്. വേറൊന്നുമല്ല. പൊളിഞ്ഞായിരുന്നു, നീ വെച്ചേരെ. എന്തോന്ന് പൊളിഞ്ഞു? നീ വെച്ചേ പൊളിഞ്ഞു. നിങ്ങൾ എന്തോന്ന് പടത്തിലെന്നാ പോയി അഭിനയിച്ചോ? ബഹുമാനപ്പെട്ട ഗീതു മോഹൻദാസ് ഇതിനു വേണ്ടി തോക്കവിടിരിക്കുന്നു. അക്രമം കണ്ടും മരത്ത്. ഈ തോക്ക് മറ്റേ തോക്ക്. ഇയാൾക്ക് എന്താണ് വയ്യേ? വികാരങ്ങളിലെ വിസ്ഫോടനങ്ങളോ വിജൃംഭങ്ങളോ ഇല്ലാത്ത വൃത്തികെട്ട സ്ക്രിപ്റ്റ് മലയാളത്തിലൂടെ വരുന്നോണ്ട് ഡയലോഗ്സ് ചിരിക്കാനുള്ള മാത്രമേ പോരാ. ഭാഷാശുദ്ധി ഇല്ല, വാക്കുകൾക്ക് സ്പഷ്ടത പോരാ. ഒരു നാടകം ഇപ്പം സന്തോഷ് പണ്ഡിത്തിന്റെ ഡയലോഗ് ഉണ്ടല്ലോ, തീപ്പെട്ടി വരച്ച തീയിട്ട്, തീ വരച്ച തീപ്പെട്ടി കിട്ടും. ആ സെറ്റപ്പ് ഉള്ള ഡയലോഗ് പറഞ്ഞാൽ ഇതൊന്നും ഒന്ന് ബ്രോ ടോക്സിക് എന്നുള്ള പേരിന് വരെ കിന്നാര തുമ്പികൾ എന്നാണ് ഇടാൻ. പക്ഷെ നമ്മളൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഇത് മാത്രമേ ഉള്ളൂ. പ്ലക്കണം, അത്രേ ഉള്ളൂ. ഇത്രയും ഈ ചതി ഗിരിമദാസിന് പ്രതീക്ഷിച്ചില്ല. ഫസ്റ്റ് ഹാഫ് പിന്നെ കണ്ടിരിക്കുകയായിരുന്നു, സെക്കൻഡ് ഹാഫ് ഒന്നും കൂടില്ല. ആളുകൾ എനിക്ക് ഈ പടം പ്രൊഡ്യൂസർ കുത്തുവാടുക്കും, 12 പ്രൊഡ്യൂസർ കുത്തുകാലത്തോളം കുത്തുവാടുക്കും. 600 കോടി പോയിട്ട് 60 കോടിയിൽ നേടുമെന്ന് സംശയമുണ്ട്. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. മല പോലെ വന്നത് എലി പോലെ പോയി. എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു. ഞാൻ പോകുന്നു. ബൈ.